ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു പുഡിങ്. മുട്ട വെച്ചിട്ട് ചെയ്യുന്ന പുഡിങ് അല്ല കേട്ടോ, സാധാരണ മുട്ട വെച്ച് ചെയ്യാറുള്ള പുഡിങ് അല്ല. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 1/2 ലിറ്റർ പാലും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് പാൽ നമുക്ക് ഈ ഒരു കോൺഫ്ലവർ കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം, ഒരു 1/4 കപ്പോളം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതാദ്യം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ടോട്ടലായിട്ട് 1/2 ലിറ്റർ പാലാണ് കേട്ടോ, 2.5 കപ്പ് പാലാണ് വേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ ഒരു ഇച്ചിരി കുറക്കാം കേട്ടോ പഞ്ചസാര. പിന്നീട് കാരമൽ സോസൊക്കെ ഒഴിച്ചിട്ടാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ വേണമെങ്കിൽ ഒരു ഇച്ചിരി കുറക്കാം. ഞാൻ 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാകത്തിനാകുന്നുണ്ട് കേട്ടോ. പിന്നെ മധുരം കൂടുതൽ വേണ്ട എന്നുണ്ടെങ്കിൽ കുറച്ച് കുറക്കാം. ഇനി ഇതിലോട്ട് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ഫ്രഷ് ക്രീമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അടിക്ക് പിടിക്കാതെ ഒന്ന് നോക്കുക. അപ്പോൾ ഇത് തിള വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലവർ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് തിള വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് കോൺഫ്ലവർ കലക്കിയ പാല് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇത് നന്നായി തിളപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കുക. ചെറുതായിട്ട് തിക്കാക്കുന്നത് വരെ നമ്മൾ ആ ഒരു ഫിർണിയൊക്കെ ചെയ്യുന്നില്ലേ, ആ ഒരു ടെക്സ്ചറായി കിട്ടണം കേട്ടോ. അപ്പോൾ അതുവരെ ഒന്ന് വേവിച്ചെടുക്കുക. പിന്നെ അതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അടിക്ക് പിടിക്കും. അതുപോലെ പെട്ടെന്ന് ഇതുപോലെ തിക്കായിട്ടും വരും കേട്ടോ. ഇനി നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. ആ ഒരു ഫിർണിയൊക്കെ ചെയ്യുന്ന ആ ഒരു ടെക്സ്ചറാകുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു മുറിഞ്ഞ് വരുന്നൊരു പരുവം. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ തവി വെച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു മുറിഞ്ഞ് വരുന്ന പരുവം, മുറിഞ്ഞിങ്ങനെ വീഴണം. അപ്പോൾ ആ ഒരു ഇത് ആകുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ ഇതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലോട്ട് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്, വൈറ്റ് കോമ്പൗണ്ട്, വൈറ്റ് കുക്കിംഗ് ചോക്ലേറ്റ് ആണ്. അപ്പോൾ 100 ഗ്രാം ആണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇത് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ആണെങ്കിൽ ഒന്ന് കുറച്ച് മുന്നേ എടുത്ത് വെക്കാം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ച് മുമ്പേ തന്നെ എടുത്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു പാൽ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് മെൽറ്റായി കിട്ടാനൊരു ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ചെറുതായിട്ടൊന്ന് ചൂടാറിയാൽ മതി. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്, വനില എസൻസ്. ഒരു 1/2 ടീസ്പൂൺ വനില എസൻസും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ ഒരു ചോക്ലേറ്റൊക്കെ ചേർത്ത് കൊടുത്ത സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഏത് മോൾഡിലാണോ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്ന ആ ഒരു മോൾഡിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടിത് 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ മാറ്റി വെക്കണം കേട്ടോ. 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിൽ വെച്ചാൽ മതി. ഇഷ്ടമുള്ള മോൾഡിൽ ഒഴിച്ചു കൊടുക്കാം. ഡീമോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ചെറിയ മോൾഡിലൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് വലിയ ട്രേയിൽ തന്നെ ഒന്നിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് കാരമൽ സോസ്, ബട്ടർസ്കോച്ച് സോസ് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. മുകളിലോട്ട് ഒഴിച്ച് ആ ഒരു രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ, ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അപ്പോൾ ഞാനിതുപോലുള്ള മോൾഡിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ടിത് 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇതിലോട്ട് നമ്മൾ ചൈന ഗ്രാസ് അതുപോലെ ജെലാറ്റിൻ അങ്ങനെയുള്ളതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. എന്നാൽ പോലും സെറ്റായി കിട്ടും. ഒരു ക്രീമി ടെക്സ്ചറിലുള്ള പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം.
അപ്പോൾ ഞാൻ 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ വിട്ട് വരുന്ന ആ ഒരു പരുവമായിട്ടുണ്ട്. ഇനി നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഡീമോൾഡ് ചെയ്യുന്നില്ലെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് തന്നെ കാരമൽ സോസ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഡീമോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലോട്ടാണ് കേട്ടോ കാരമൽ സോസ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കാരമൽ സോസ് ഉണ്ടാക്കുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ. ഞാൻ ഓൾറെഡി മുമ്പ് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു കാരമൽ സോസ് ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ സംഭവം. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പുഡിങ്ങാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു പുഡിങ്. ഇതിലോട്ട് നമ്മൾ ചോക്ലേറ്റും അതുപോലെ ഒരു കാരമൽ സോസും എല്ലാം കൂടി വരുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് മുമ്പും അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു കുറേ വർഷം മുമ്പ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.